സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് നോക്കൂ, എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് സോയാബീൻ തേങ്ങാപ്പാൽ ചേർത്ത ഫ്രൈ. സോയാബീൻ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ചിക്കനും മട്ടനൊന്നും കഴിക്കാൻ പാടില്ല, കർക്കിടക മാസമല്ലേ. അതിന് പകരം ഉണ്ടാക്കിയതാണ്. ശരിക്ക് ചിക്കനും മട്ടനും ഫിഷും ഒന്നും ഇല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്. നോയമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കേണ്ട എക്സസൈസ്. അതുപോലെ നമുക്ക് ഇതിങ്ങനെ സോയാബീൻ ഉണ്ടാക്കിയാൽ ശരിക്കും ഇത് ഒരു നോൺ വെജ് കറിയുടെ സ്വാദം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് നോക്കണ്ടേ. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നല്ലപോലെ ഇപ്പോൾ നോക്കുക, ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് 2 ഉള്ളി അതിൽ അരിഞ്ഞിടുക. ഈ സോയ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആണ്. അത് മാത്രമല്ല വളരെ വില കുറവാണ്, വളരെ അവൈലബിൾ ആണ്, എല്ലാ കടകളിലും കിട്ടുകയും ചെയ്യും. അപ്പം അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉള്ളി വഴറ്റി നന്നായി വഴരാൻ വേണ്ടി ഇത്തിരി ഉപ്പിടണമെന്ന് നമ്മൾ ഓർക്കണം. കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ കേട്ടോ, അത് പ്രത്യേകിച്ച് ഓർക്കുക. അത്ര മാത്രമേ വേണ്ടൂ. അത് കഴിഞ്ഞ് നല്ലപോലെ എടുക്കുക. നോക്കൂ, ഇനി അതിൽ ആ സോയ ചങ്ക് നമ്മൾ കഴുകി തിളപ്പിച്ച് ചൂടുവെള്ളത്തിലിട്ട് അതിന് ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ ഉപ്പും മുളകും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. വളരെ നല്ലതാണ് മാരിനേറ്റ്. ഒത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ട് വെച്ച് വെക്കണം കേട്ടോ. കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കുരുമുളക് പൊടി സോയ ചങ്ക്സിന് ഏറ്റവും ബെസ്റ്റാണ്. മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ സോയ ചങ്ക്സ് വളരെ ന്യൂട്രീഷ്യസ് ആണ്, ഹെൽത്തിയാണ്, അതുപോലെ വില കുറവാണ്. ഇനിയിപ്പോൾ ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടോളൂ. കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്താ കാരണം വെച്ചാൽ ഓൾറെഡി സോയ ചങ്കിൽ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞത് അതിലിട്ടു. ഉള്ളി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു. നല്ലപോലെ ഇളക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിൽ മുളക് പൊടി ഇട്ടു, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. ഈ തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഇട്ട് ആ ഉള്ളിയും മുളകും വലിയ തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. നല്ലോണം ഉള്ളിയും മുളക്, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഉണന്ന് വഴന്ന് കിട്ടിയപ്പോൾ തക്കാളി ഇട്ട് നല്ലോണം വഴറ്റുക. അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു. ഇത്തിരി പെരിഞ്ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഒരു ലേശം പെരിഞ്ജീരകപ്പൊടി ഇട്ടു. എന്താ വെച്ചാൽ ഈ മസാലക്കറിക്ക് ഈ പെരിഞ്ജീരകപ്പൊടി ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല പോലെ ഇളക്കുക. ഇളക്കി ഇപ്പോൾ അത് നല്ല പരിവായി, അതിൻ്റെ പച്ചമണം പോയി. സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അതിലിട്ടു. നല്ല പോലെ ഇളക്കണം. ഇളക്കി നല്ല പോലെ പിടിക്കട്ടെ. നല്ല മസാല പിടിക്കട്ടെ കേട്ടോ. നല്ല പോലെ ഇളക്കുക. ഇതിൽ മല്ലിയുടെ ഇല, കരിവേപ്പില ഏതൊക്കെ ഇഷ്ടമുള്ളത് ഇടാം. പക്ഷേ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, മല്ലിയുടെ ഇലയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്തത് വെച്ചെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാൽ എൻ്റെ കയ്യിലുണ്ട്, അത് കാരണം കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ച് അതിനെ ഒന്ന് നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. തേങ്ങാപ്പാലിൽ കിടന്ന് സോയക്കുട്ടന്മാർ ഓടണം കേട്ടോ. ഇനി നോക്കൂ, നല്ല പോലെ അത് വഴന്ന് കിട്ടും. നല്ല മണം വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടോളൂ. മല്ലിയുടെ ഇല ഇടുകയാണെങ്കിൽ ഇട്ടോളൂ. മല്ലിയുടെ ഇല ഇല്ലാത്ത നിർബന്ധമില്ല, അങ്ങനെയാണ് ഇഷ്ടമുള്ളത് ഇടാം. ഇതേ സോയാബീൻ തയ്യാറായി. നോക്കൂ, നല്ല സ്വാദുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സ്വാദുണ്ട്. ഇതിപ്പോൾ ഈ സമയത്തൊക്കെ നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത ഈ സമയത്തൊക്കെ വളരെ നല്ലതാണ്. നല്ല രസമായിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ഈ സ്പെഷ്യൽ ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത കാരണം ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ.